നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ 9ാമത്തെ ദിവസം നിതിൻ രാജിന്റെ മരണത്തിൽ മറുപടി പറഞ്ഞ മെഡിക്കൽ കോളേജ് രംഗത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. തങ്ങളല്ല മരണത്തിന് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ തന്നെയാണ് ക്യാപ്സ്യൂൾ. നിതിൻ രാജ് പ്രിൻസിപ്പൽ മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിച്ചെന്നതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നത് അവിടെയുള്ള സഹപാഠികളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിയ CCTV ദൃശ്യങ്ങളടക്കം ഇതാ തെളിവ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട കോളേജ് അധികൃതർ ഈ പറയുന്ന നിതിൻ രാജ് ഈ മീറ്റിംഗിന് ശേഷം പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ മാത്രം പുറത്തുവിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭയമുണ്ടോ തെളിവ് പുറത്തു വരുമെന്നുള്ളത് കൊണ്ട്? എന്തായാലും ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോൾ മെഡിക്കൽ കോളേജിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാകുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ തങ്ങൾ ഉത്തരവാദികളെയല്ല, തങ്ങൾ എപ്പോഴും നിതിൻ രാജിനൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്സ്യൂൾ ഇറക്കുകയാണ് കോളേജ് എന്നുള്ളതാണ് ഈ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തിന് ആ മരണപ്പെട്ട നിതിൻ രാജിനെ വീട്ടിൽ കയറി ചെന്ന ആ അമ്മയോടും അച്ഛനോടും ഒരു ആശ്വാസവാക്ക്, ഞങ്ങൾക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി ചെയ്തതല്ല എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു നിരപരാധിത്വത്തിന്റെ ചെറിയൊരു കണികയെങ്കിലും തെളിയിക്കാൻ. പക്ഷേ അതിനൊന്നും മുതിരാത്ത കോളേജ് ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് നിതിൻ രാജ് മരണപ്പെട്ടതിന് ശേഷം 9ാമത്തെ ദിവസം പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു പത്രക്കുറിപ്പായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. കോളേജിനെതിരെയും കോളേജ് അധികൃതർക്കെതിരെയും പ്രത്യേകിച്ച് റാം എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരാത്ത രീതിയിലുള്ള ഒരു വിശദീകരണ കുറിപ്പാണ് ഇപ്പോൾ കോളേജ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം പുറത്തു വരുന്നുണ്ട്. എന്തായാലും അഞ്ചരക്കടി ഡെന്റൽ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലോൺ ആപ്പ് പ്രശ്നങ്ങൾ, ഭീഷണി അത് മാത്രമാണ് ഉണ്ടായത്. അതിൽ കോളേജിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അല്ലെങ്കിൽ കോളേജിന് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു പത്രക്കുറിപ്പാണ് കോളേജ് അധികൃതർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. നിതിൻ രാജിനെതിരെ കോളേജിൽ ജാതി വിവേചനം നടന്നിരുന്നു എന്ന ആരോപണം തെറ്റാണെന്നും മാനേജ്മെന്റ് MD അതിനാൽ പുറത്തിറക്കിയ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. സഹോദരി ഭർത്താവിന് വേണ്ടിയാണ് നിതിൻ ഓൺലൈൻ ആപ്പ് വഴി വായ്പ എടുത്തതെന്നും അതിന്റെ റെഫറൻസ് നമ്പറായി നൽകിയിരുന്ന ഒരു അധ്യാപികയുടെ ഫോൺ നമ്പറിലേക്ക് ലോൺ ആപ്പ് പ്രതിനിധികൾ വിളിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും ഈ പത്രക്കുറിപ്പിൽ പറയുന്നു. തന്റെ നമ്പർ മാറ്റണമെന്ന് അധ്യാപിക ആവശ്യപ്പെട്ടെങ്കിലും താൻ ആ നമ്പർ നൽകിയിട്ടില്ല എന്ന നിലപാടിലായിരുന്നു നിതിൻ. ഇതേ തുടർന്ന് അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ഈ സംഭവത്തിന് പിന്നാലെയാണ് നിതിൻ ജീവനൊടുക്കിയതെന്ന് അതിനാൻ പറയുന്നു. കോളേജിന് പുറത്തുള്ള ചില വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിതിൻ ഉൾപ്പെട്ടിരുന്നുവെന്നും അന്ന് സഹായിച്ചത് കോളേജ് മാനേജ്മെന്റ് ആണ് എന്നും അവകാശപ്പെടുന്നു കോളേജ് പത്രക്കുറിപ്പ്. നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൗൺസിലിംഗ് നൽകാമെന്ന് ഉറപ്പിൽ രക്ഷിതാക്കൾ നിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് അധ്യാപികമാർ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിതിൻ പഠനത്തിനായി തിരികെ എത്തിയത് എന്നും പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു.
മരണത്തിന് മുൻപ് പ്രിൻസിപ്പൽ ചേംബറിൽ വെച്ച് നിതിനുമായി അധ്യാപകർ സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം മാനേജ്മെന്റ് പുറത്തുവിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് കോളേജ്. അതേസമയം സംഭവത്തിൽ പിടിയിലായ ലോൺ ആപ്പ് നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. മാനേജ്മെന്റ് ഇന്ന് ഔദ്യോഗികമായി കൂടുതൽ വിശദീകരണം നൽകാനിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ഈ പത്രക്കുറിപ്പ് പുറത്തുവരുന്നത്. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തങ്ങൾ നിരപരാധികളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ മാത്രമുള്ള ഒരു പത്രക്കുറിപ്പായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. തുടക്കം മുതൽ തന്നെ തൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു എന്നുള്ള വേദനയിൽ നിൽക്കുന്ന ആ സഹോദരി തൻ്റെ സഹോദരൻ എന്തായാലും മരണപ്പെട്ടു, അപ്പോൾ അതിനുള്ളൊരു നീതിയെങ്കിലും ഉറപ്പാക്കണം എന്നുള്ള തീരുമാനത്തിൽ രംഗത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. രണ്ട് സഹോദരന്മാരും മാറി മാറി തൻ്റെ സഹോദരൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ കോളേജിൽ ജീവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവനെ ട്രീറ്റ് ചെയ്തത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തുറന്നു പറയുമ്പോൾ കൊലപാതകമാണ് എന്നുള്ള സംശയമടക്കം തുറന്നു പറയുന്ന സാഹചര്യത്തിൽ ആ സഹോദരിക്ക് കൂട്ടായിട്ട് ആ സഹോദരിക്കൊപ്പം തന്നെ അയാളുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോളേജ് അധികൃതർ ഒന്നാമത്തെ കാര്യം മരണപ്പെട്ടത് ഇതിന്റെ മാത്രം വിഡ്ഢിത്തമാണ് എന്ന തരത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ, രണ്ടാമത്തേത് ഈ പറയുന്ന സഹോദരി ഭർത്താവിന് വേണ്ടിയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിതിൻ രാജ് ഉണ്ടാക്കിയെടുത്തത് എന്ന് കൂടെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് കോളേജ് അധികൃതർ. അതായത് സ്വന്തം തലയിൽ നിന്ന് ഈ ആരോപണങ്ങൾ മാറ്റുക മാത്രമല്ല, അവിടെ നിതിന്റെ മരണത്തിന്റെ വേദനയിൽ കഴിയുന്ന ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ആ സഹോദരന് മേൽ പഴി ചാരുന്ന തരത്തിലുള്ള ഒരു രീതി കൂടെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിമർശനങ്ങൾ ശക്തമാണ്. നിലവിൽ ഈ മരണത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്ന് ആവർത്തിച്ച് ഈ സഹോദരനടക്കം രംഗത്ത് വരുമ്പോഴാണ് അവരെ തന്നെ പ്രതിസ്ഥാനത്തിലാക്കുന്ന, വാദിയെ പ്രതിയാക്കുന്ന തരത്തിൽ ഒരു പത്രക്കുറിപ്പ് കോളേജ് അധികൃതർ പുറത്തുവിടുന്നത്. അതേസമയം നിതിൻ രാജിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കോളേജ് അധികൃതർ സംസാരിച്ചത് എന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടായെങ്കിൽ, ഇതിനെക്കുറിച്ചൊരു സംസാരം അവിടെ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവാദ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നിതിൻ വളരെ വേദനയോടെ ദയനീയമായിട്ട് നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാവുന്നതാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കുക. Hello. 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 मिस्त्री चार्ज आप कहाँ से बात कर रहे हैं? किधर? आप एक काम कीजिए, आप क्या प्रॉब्लम है मिस्त्री से? ठीक है ना, मैं क्या पूछ रहा हूँ नितिन राज ने आपके ठीक है, नितिन से लेना के नितिन को फोन करो, समझे? मेरे को लग रहा है कि आपकी करना चाहिए, मिस्त्री का फोन ऐसे कर रहा है कि मेरे को ऐसे फोन मिला, नहीं पूछ रहा आपसे नोट पूछ रहा हूँ, यही 2-3 नंबर दूंगा, बोलूंगा कि मेरा हस्बैंड से
ഇതിന്റെ പേയ്മെന്റ് amount 35,000 ജീവിതം amount അത് ജീവിതം 15 എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇതിന്റെ അവസാന മണിക്കൂറുകൾ വ്യക്തമാക്കുന്നതാണ്. ആ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അത്രയും പ്രിയപ്പെട്ട അധ്യാപകർക്ക് മുന്നിൽ തന്നെ അപമാനിച്ചു നിർത്തിയതിന്റെ വേദനയോടെയാണ് നിതിൻ ആ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നതും വ്യക്തമാണ്. അവിടെ നിന്ന് പിന്നെ എന്ത് സംഭവിച്ചു എന്നതാണ് കേരളത്തിന് ഒന്നടങ്കം അറിയേണ്ടുന്നത്.